ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ്റെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത്. ഈ 12 പേരിൽ 2 യാക്കോബുമാരുണ്ട്. അതുകൊണ്ട് തന്നെ സബദീപുത്രനായ ഈ യാക്കോബിനെ വലിയ യാക്കോബ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മറിയത്തിൻ്റെ സഹോദരിയായ സലോമിയുടെ മക്കളാണ് യാക്കോബും യോഹന്നാനും. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സഹോദരന്മാരായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് വചനം പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത 3 പേരുണ്ട് ഈ 12 പേരുടെ കൂട്ടത്തിൽ. ആ 3 പേരിൽ ഒരാളാണ് യാക്കോബ്. യോഹന്നാനും യാക്കോബും പത്രോസും, ഈ 3 പേരെയും കൂട്ടിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ കർത്താവ് പോകുന്നത്. താബോർ മലയിലെ രൂപാന്തരീകരണ സമയത്ത് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേർ ഇവരാണ്. ജെയ്റോസിൻ്റെ മകളെ ഇങ്ങനെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിലും മറ്റ് ശിഷ്യന്മാരെയൊന്നും കൂടെ കൂട്ടുന്നില്ല. ഈ 3 പേരെയാണ് കാണുന്നത്. ഗെത്സമേൻ തോട്ടത്തിലെ കർത്താവ് ചോര വിയർത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഒരു കല്ലേറ് ദൂരം മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് കർത്താവിനോട് അടുത്തിരിക്കാൻ ആവശ്യപ്പെടുന്നതും ഈ 3 പേരെ. അപ്പോൾ കർത്താവ് പ്രത്യേകമായി ചേർത്ത് പിടിച്ച 3 പേരിൽ ശിഷ്യന്മാരിൽ ഒരുവനാണ് യാക്കോബ് അപ്പോസ്തലൻ എന്ന് അറിയുക. ഇന്നത്തെ സുവിശേഷത്തിൽ ഇവർക്ക് വേണ്ടി, യാക്കോബിന് വേണ്ടിയും യോഹന്നാന് വേണ്ടിയും അമ്മ വന്നിട്ട്, സലോമി വന്നിട്ട് കർത്താവിനോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും പരിശുദ്ധ മറിയത്തിൻ്റെ സഹോദരി ആയതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അടുക്കൽ കൂടുതൽ പരിചയമുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് ചോദ്യം ഇതാണ്, നീ നിൻ്റെ അധികാരത്തിൻ്റെ രാജ്യത്ത് നീ ഇങ്ങനെ പ്രതാപത്തോടെ കടന്നു വരുമ്പോൾ എൻ്റെ ഈ 2 മക്കളിൽ ഒരുവനെ നിൻ്റെ ഇടതുവശത്തും അപരനെ വലതുവശത്തും ഇരുത്തണം. ഈ അമ്മമാർക്കുള്ള ചെറിയൊരു സ്വാർത്ഥതയാണല്ലോ. കാരണം ഈ വന്നിരിക്കുന്നവൻ രാജാവാകും. അപ്പം മക്കളിൽ അവർക്ക് കിട്ടേണ്ട ആ ഒരു പരിഗണന കിട്ടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് റെക്കമെൻഡേഷനുമായിട്ട് കർത്താവിൻ്റെ അരികിലേക്ക് വരിക. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ കുടിക്കാൻ പോണ പാനപാത്രം, നീ ചോദിക്കണം എന്തെന്ന് നിനക്ക് വല്ല പിടുത്തുമില്ല. ഞാൻ കുടിക്കാൻ പോണ പാനപാത്രം കുടിക്കാൻ പറ്റുമോ? ആ ചോദ്യം. അവൻ കുടിച്ച പാനപാത്രം കുരിശ. അപ്പോൾ ചോദിച്ച ചോദ്യം എന്താ? പ്രാർത്ഥന എന്താ? ആ കുരിശിൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്നാണ് പറയണത്. ഈ അറിയാൻ പാടില്ലാതുള്ള ചില പ്രാർത്ഥനകൾ പോലെയാ ഈ അമ്മയുടെ പ്രാർത്ഥന. അപ്പോൾ ഇവർ ഭയങ്കര ധൈര്യത്തോടെ പറയുന്നുണ്ട്, ഞങ്ങൾ റെഡിയാ കുടിക്കാനെന്ന്. തീർച്ചയായിട്ടും താൻ ഏറ്റെടുത്ത വെല്ലുവിളി ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ എന്നറിയുക. 12 ഗോത്രങ്ങളിലും ഓടി നടന്ന് ദൈവവചനം പ്രസംഗിച്ചു എന്നുള്ളതാണ് യാക്കോബ് അപ്പോസ്തലൻ്റെ ഒരു വലിയ പ്രത്യേകത. ഈ യാക്കോബ് അപ്പോസ്തലൻ്റെ മരണത്തിൻ്റെ നിമിഷങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിസ്തൂലമായിട്ടുള്ളൊരു സാക്ഷ്യമായിട്ടാണ്. കാരണം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, ശിരസ് ഛേദിക്കപ്പെടും. ഈ വിധി കൽപ്പിച്ച ന്യായാധിപൻ്റെ മുമ്പിൽ യാക്കോബ് അപ്പോസ്തലൻ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച ന്യായാധിപനും അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വിളിച്ചു പറയുക, ഞാനും ദൈവനെ പോലെ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. അത്രത്തോളം ധീരതയോടെയുള്ള പ്രസംഗം കേട്ട്, സുവിശേഷം കേട്ട് ന്യായാധിപൻ പോലും വിളിച്ചു പറയുന്നു, ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന്. ജ്ഞാനസ്ഥാനമൊന്നും സ്വീകരിച്ചിട്ടില്ല. 2 പേരെയും ഒരുമിച്ച് വധിക്കാനാണ് പിന്നീട് കൽപ്പന കൊടുക്കുന്നത്. കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ ഈ ന്യായാധിപൻ ചോദിക്കുന്നുണ്ട്, ഞാൻ മാമോദിസ സ്വീകരിച്ചിട്ടില്ല, ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ടില്ല. അപ്പോൾ എനിക്കും സഹോദര നിന്നോടൊപ്പം നീ പറഞ്ഞ സ്വർഗത്തിൻ്റെ സൗഭാഗ്യം ലഭിക്കോ? അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ സഭയുടെ വലിയ ഒരു പ്രഖ്യാപനം നടത്തിയ രക്തസാക്ഷിത്വം, ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷിത്വം സ്വർഗത്തിൻ്റെ സൗഭാഗ്യം നേടുന്നതിന് മതിയായ കാരണമാണെന്ന്. ഇവർ 2 പേരും പരസ്പരം ഇങ്ങനെ ആശ്ലേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 2 പേരുടെയും ശിരസ് ഒരുമിച്ച് ഛേദിക്കപ്പെട്ട് അവർ ക്രിസ്തുവിൻ്റെ രക്തസാക്ഷികളായിട്ട് മാറി.
യാക്കോബ് അപ്പോസ്തലനെ പൊതുവെ നമ്മൾ കാണുന്നത് ഒരു വെളുത്ത കുതിരപ്പുറത്ത് കയ്യിലൊരു വാളൊക്കെ പിടിച്ച് ഇങ്ങനെ സുന്ദരനായിട്ട് നിൽക്കുന്നത് പൊതുവെ നമ്മൾ കാണുന്ന ചിത്രം. അതിൻ്റെ ചരിത്രം സ്പെയിൻകാരുടെ മധ്യസ്ഥനാണ്. അപ്പോൾ സ്പെയിനിൽ വെച്ചാണ് ഈ രക്തസാക്ഷിത്വമൊക്കെ നടക്കുന്നത്. അവരിങ്ങനെ ഒരു വലിയ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭടന്മാർ യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുകയും യാക്കോബ് ശ്ലീഹ വെളുത്ത കുതിരപ്പുറത്ത് വന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് സ്പാനിഷ് സേനയെ അല്ലെങ്കിൽ സൈന്യത്തെ രക്ഷിക്കുകയും വിജയം കൊടുക്കുകയും ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുതിരപ്പുറത്ത് വാള് പിടിച്ച് നിൽക്കുന്ന യാക്കോബ് ശ്ലീഹായുടെ ചിത്രം നാം ഇങ്ങനെ കാണുന്നത്. സാന്റിയാഗോ എന്നാണ് അവർ ഈ വിശുദ്ധനെ വിളിച്ചിരുന്നത്. ആ ഒരു പദം ലോപിച്ചാണ് നമ്മുടെ നാട്ടിലൊക്കെ സന്ധ്യാവ് പുണ്യാളൻ എന്ന പേരിലാണ് യാക്കോബ് അപ്പോസ്തലൻ അറിയപ്പെടുന്നത്. സന്ധ്യാവ് പുണ്യാളൻ എന്ന് പറഞ്ഞാലായിരിക്കും പലരും അറിയുന്നത്. ഇപ്പോൾ യാക്കോബ് ശ്ലീഹയ്ക്ക് സ്പാനിഷിലുള്ള പേരാണ് സാന്റിയാഗോ. ആ ഒരു പേര് ലോപിച്ചാണ് സന്ധ്യാവ് പുണ്യാളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ അപ്പോസ്തലൻ്റെ രക്തസാക്ഷിത്വ തിരുനാളായി ആഘോഷിക്കുമ്പോൾ മരണത്തിൻ്റെ മുന്നിലും ധീരതയോടെ ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ച ഈ അപ്പോസ്തലൻ്റെ ധീരമായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും കണ്ണീരിൻ്റെയും നടുവിൽ അവനോട് ചേർന്നിരിക്കാനും ധീരതയോടുകൂടി അവനെ സാക്ഷികളാകാനും നമുക്കും പരിശ്രമിക്കാം.